ഹായ് മക്കളെ, അങ്ങനെ നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അല്ലെങ്കിൽ സമരവും സ്വാതന്ത്ര്യം എന്ന ചാപ്റ്ററിൽ പ്രധാനമായും ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ ചാപ്റ്ററിന് പ്രത്യേകത ഒരു വൺ വേർഡ് ഈ ചാപ്റ്ററിൽ ചോദിക്കുമെന്നുള്ളത് അല്ലേ. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന വൺ വേർഡുകൾ, അതുപോലെ തന്നെ ബാക്കി 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കി നിങ്ങൾ ബാക്കി 5 മാർക്കാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുക. ഒരു മാർക്കിന്റെ വൺ വേർഡ് ഉണ്ടായിരിക്കും, 4 മാർക്കിന്റെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഒന്നാമത് ദ ഓർഗനൈസേഷൻ വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട സംഘടന ഏത്? ഓപ്ഷൻ എ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ഓൾ ഇന്ത്യ കിസാൻ സഭ, ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഇന്ത്യൻ നാഷണൽ ആർമി. ആരാടാ നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി? എന്തുമായി ബന്ധപ്പെട്ട? ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട, INA യുമായി ബന്ധപ്പെട്ട. INA ചാൻസലർ റെജിമെന്റ് ഹെഡാണ് ആര്? നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് പറയുന്നത് അല്ലേ. നോട്ട് ചെയ്ത് വെക്കണം, മറന്നു വരുന്നത്. ഇനി ദ ചമ്പാരൻ സത്യാഗ്രഹം ടുക്ക് പ്ലേസ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്? ഏതാടാ? 1917 ആണല്ലേ. ഈ ചോദ്യം വേറെ രീതിയിലും ചോദിക്കാം. മഹാത്മാഗാന്ധി നടത്തിയ ആദ്യത്തെ സമരം ഏത്? മഹാത്മാഗാന്ധിയുടെ ആദ്യ സമരം ഏത് എന്ന ചോദ്യത്തിലും ഈ ഒരു ചോദ്യം വരാം. ഏതാണ്? ചമ്പാരൻ അതിന്റെ ഉത്തരം. പഠിച്ചു വെക്കണം. ഇനി ഐഡന്റിഫൈ ദ ഇൻസിഡന്റ് വിച്ച് ഫോഴ്സ്ഡ് മഹാത്മാഗാന്ധി ടു സ്റ്റോപ്പ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ മഹാത്മാഗാന്ധിയെ പ്രേരിപ്പിച്ച ഘടകം എന്ത്? ഏതാണ് ഘടകം? ഏത് ഘടകമാണ്? നോക്ക്. ചൗരി ചൗരയാണോ, ജാലിയൻവാലാ ബാഗാണോ, സിവിൽ ഡിസോബീഡിയൻ ആണോ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണോ? സിമ്പിൾ ചൗരി ചൗര സംഭവം അല്ലെ. ചൗരി ചൗര ഇൻസിഡന്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത് വിച്ച് ഈസ് ദ ലാസ്റ്റ് പോപ്പുലർ സ്ട്രഗിൾ ഓർഗനൈസ്ഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ മഹാത്മാഗാന്ധി നടപ്പിലാക്കിയ ഏറ്റവും അവസാനത്തെ മൂവ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം അല്ലേ. ഏതാണ്? നോൺ കോപ്പറേഷൻ നിസ്സഹകരണ സമരം, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഖിലാഫത്ത് മൂവ്മെന്റ്. ഏതാടാ? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് അല്ലേ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് ഇന്ത്യയിൽ അവസാനമായി 1942 മഹാത്മാഗാന്ധി നടപ്പിലാക്കിയതാണെന്ത്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി നടത്തിയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. 1942 വർഷം എന്ന് ഓർത്തു വെക്കാം. ഇനി who was the chairman of the meeting held in Bombay in 1934 where Congress Socialist Party was formed? 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്തപ്പോൾ അതിന്റെ ചെയർമാൻ ആരായിരുന്നു? നോക്ക് നിങ്ങൾ. ഭഗത് സിംഗ് ആണോ, രാജ്ഗുരു ആണോ, ജയപ്രകാശ് നാരായണാണോ, VD സവർക്കർ ആണോ? ആരാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആണെങ്കിൽ ഒരു സംശയമുള്ള ആരാണ്? ജയപ്രകാശ് നാരായണന്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഇത് മാറിപ്പോകാൻ പാടില്ല കേട്ടോ. ഇനി നെയിം ദ ഫൗണ്ടർ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ലെവലിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യമാണ്. നിങ്ങളുടെ ഫൈനൽ എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഏത് ചോദ്യം? ഈ ഒരു ചോദ്യം. ഫോർവേഡ് ബ്ലോക്ക്. ആരാണ് ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടാക്കിയത്? നമ്മുടെ സ്വന്തം ചന്ദ്രബോസ്, സുഭാഷ് ചന്ദ്രബോസ് അല്ലേ. സുഭാഷ് ചന്ദ്രബോസിന്റെ പേര് നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ആരാണ് ഫോർവേഡ് ബ്ലോക്ക്? റെഡി. ഇനി വാസ് ചെയർമാൻ. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ അല്ലേ. യെസ്. അപ്പോൾ അത്രയുമാണ് നമുക്ക് വൺ വേർഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഈ വൺ വേർഡ് മൊത്തം നിങ്ങൾ നോക്കണം, കാരണം ഒരു മാർക്കാന്ന് പറയുന്ന കാര്യമില്ല. അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. റെഡി അല്ലേ? ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആദ്യം ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, നമ്മളത് പഠിച്ച കാര്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഒരു 4 മാർക്കിന്റെ ചോദ്യം എനിക്ക് മിക്കവാറും നമ്മുടെ ഫൈനൽ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. 4 മാർക്കിന് നിസ്സഹകരണ സമരത്തിന്റെ സവിശേഷതകൾ ചോദിക്കാം. എന്താ നിങ്ങൾ എഴുതി വെക്കേണ്ടത്? നിസ്സഹകരണ സമരം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വം നടത്തിയ ആദ്യത്തെ സമരമാണ് നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിന്റെ സവിശേഷതകൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എഴുതി വെക്കണം. ഇതാണ് നിസ്സഹകരണ സമരത്തിന്റെ സവിശേഷതകൾ ചോദിച്ചാൽ എന്തൊക്കെയാ? വക്കീലന്മാരോട് കോടതികൾ ബഹിഷ്കരിക്കാൻ പറഞ്ഞു. അതേപോലെ ബോയ്ക്കോട്ട് ഫോറിൻ പ്രൊഡക്റ്റ്, ബോയ്ക്കോട്ട് ഇലക്ഷൻ, റിട്ടേണിംഗ് ദ ബ്രിട്ടീഷ് അവാർഡ്സ് ആൻഡ് പ്രൈസ്, ഡിനയൽ ഓഫ് ടാക്സ്, സ്റ്റുഡൻറ് ഷാൾ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾ. ഇതൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണ സമരത്തിന്റെ സവിശേഷതകളായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. നിർബന്ധമായും ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അതിന്റെ കൂടെ പഠിച്ചു വെക്കണം. ഓക്കെ. ഇനി ഇതുപോലെ അടുത്തൊരു 4 മാർക്കിന് ചോദ്യം ചോദിക്കാനുള്ളത് എങ്ങനെയാണ്? അനലൈസ് ദ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗാന്ധി ആസ് എ പാർട്ട് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി അവതരിപ്പിച്ച ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്തെല്ലാം? എന്താണ് ഗാന്ധിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്? ഇത്രയും ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിന് എന്താ? പീപ്പിൾ ബിഗാൻ ടു മേക്ക് ഇൻഡിജിനസ് പ്രൊഡക്റ്റ്. ജനങ്ങൾ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ. കാരണം നമ്മൾ ബ്രിട്ടീഷ് പ്രൊഡക്റ്റ്, വിദേശ വസ്തുക്കൾ നമ്മൾ ബഹിഷ്കരിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടേതായ തദ്ദേശീയപരമായ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ സ്പിൻ ഖാദി ക്ലോത്ത് യൂസിങ് ചർക്കയിൽ നൂൽ നമ്മൾ ഖാദി വസ്ത്രങ്ങൾ നെയ്തു. അതുപോലെ എസ്റ്റാബ്ലിഷ് നാഷണൽ സ്കൂൾ, നമ്മൾ വിദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു. പോപ്പുലറൈസ് ഹിന്ദി ഭാഷ നമ്മൾ പ്രചരിപ്പിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ആണ്, നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. നോട്ട് ചെയ്ത് നോക്കണം. റെഡി. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ 4 മാർക്കിന് ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലെ. ഖിലാഫത്ത് പ്രസ്ഥാനം നമുക്കറിയാം, ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാന ലീഡേഴ്സ് ആയിരുന്നു മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അല്ലേ. എന്താണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനോട് ചേർത്ത് പിടിക്കാൻ കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിൽ വളരെ സമ്പൂർണ്ണ പങ്കാളിത്തം ഇവിടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി, ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധി എന്ത് ചെയ്തത്? ഈ ഒരു നിസ്സഹകരണ സമരത്തിന്റെ കൂടെ എന്തിനെ കൂട്ടിച്ചേർത്തത്? നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കൂട്ടിച്ചേർത്തത്. അതുപോലെ തന്നെ ഗാന്ധിജി എൻഷുർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് മുസ്ലിംസ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ.
അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധി കഴിഞ്ഞു. ഹി ട്രാവൽ അക്രോസ് ഇന്ത്യ വിത്ത് ഖിലാഫത്ത് ലീഡേഴ്സ് ആൻഡ് പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയോളജി. അല്ലേ, ഗാന്ധിജി എന്ത് ചെയ്തു, ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ലീഡേഴ്സിന്റെ കൂടെ യാത്ര ചെയ്തിട്ട് അദ്ദേഹം ഒരുപാട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ എന്താണ് വികാരങ്ങളും നയങ്ങളും അദ്ദേഹത്തിന്റെ ആശയങ്ങളും ഒക്കെ എന്ത് ചെയ്തു പ്രചരിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ഉണ്ടായത്? ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് സ്പ്രെഡ് ദ നോക്ക് ആൻഡ് കോൺ ഓഫ് ദ നാഷൻ. അല്ലെ, ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തിക്കാൻ അവർക്ക് സാധിച്ചു. അതുപോലെ ഹിന്ദു മുസ്ലിം യൂണിറ്റി വാസ് ഇന്റൻസിഫൈഡ്. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്താനും ആർക്ക് സാധിച്ചു? ഗാന്ധിജിക്കും ഖിലാഫത്ത് പ്രസ്ഥാനം സാധിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത ഇത്രയും കാര്യമാണ്. കുറച്ച് കാര്യം പഠിക്കാനുള്ളൂ. പഠിച്ചു വെച്ചാൽ ഒരു 4 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. റെഡി? ഇനി എന്താണ് വൈ മഹാത്മാഗാന്ധി സെലക്ട് സാൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ? എന്താണ് മഹാത്മാഗാന്ധി ഉപ്പിനെ ഒരു സമരായുധമാക്കിയെടുത്തത്? ഇത് വളരെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്കറിയുന്ന ചോദ്യം, നമ്മൾ എത്രയോ തവണ പഠിച്ച ചോദ്യമാണ്. ഇത് നിങ്ങൾ പഠിച്ചത് അല്ലേ? പ്രധാനമായും ബ്രിട്ടീഷുകാരുടെ ഇൻകത്തിന്റെ, അതായത് നികുതി വരുമാനത്തിന്റെ 2 ഭാഗം എന്തായിരുന്നു? ഉപ്പിന്റെ നികുതിയായിരുന്നു. അതുപോലെ ദിസ് ടാക്സ് വാസ് എ ഹെവി ബർഡൻ ഫോർ ദ പുവർ പീപ്പിൾ. സാധാരണ ജനങ്ങൾ അത് വലിയൊരു പ്രശ്നമായിരുന്നു. അതുപോലെ എന്ത് ചെയ്തു? സ്മാൾ സ്കെയിൽ ഇൻഡിജീനിയസ് സാൾട്ട് പ്രൊഡക്ഷൻ ആര് ബാൻ ചെയ്തു? ബ്രിട്ടീഷുകാർ ബാൻ ചെയ്തു. അതായത് ബ്രിട്ടീഷുകാർ മാത്രം ഉപ്പുണ്ടാക്കിയാൽ മതി, ഒരാളും പിന്നെ ഉപ്പുണ്ടാക്കാൻ പാടില്ല. അതുപോലെ ഉപ്പിന്റെ വില 10 മടങ്ങ് വർദ്ധിച്ചു. അങ്ങനെ അവസാനം എല്ലാ സാധാരണക്കാരെയും ഈ ഒരു സമരത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ, ഒരു ഉപ്പിനെ ഒരു സമരായുധമാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും ഗാന്ധിജിക്ക് ഈ നാഷണൽ മൂവ്മെന്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജി എന്ത് ചെയ്തത്? ഉപ്പിനെ ഒരു പവർഫുൾ വെപ്പണാക്കി മാറ്റിയത്. റെഡി? ഇത്രയുമാണ് നിങ്ങൾ ഇതിന്റെ കൂടെ പഠിച്ചിരിക്കുന്നത്. യെസ്, അതുപോലെ ഒറ്റ ചോദ്യം കൂടി ഉണ്ട്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. അല്ലേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പങ്ക് വിശദമാക്കുക. സുഭാഷ് ചന്ദ്രബോസും ചില്ലറക്കാരനല്ല കേട്ടോ. അദ്ദേഹം ശരിക്കും നിങ്ങൾ എഴുതി വെക്കേണ്ടത് എവിടെ മുതലാണ്? അദ്ദേഹം ആദ്യം കോൺഗ്രസ്സുകാരനല്ലേ. കോൺഗ്രസ് ഗാന്ധിജിയോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം കോൺഗ്രസ് പാർട്ടി നിന്ന് ക്വിറ്റ് ചെയ്യാണ്. കോൺഗ്രസ് പാർട്ടി അദ്ദേഹം എന്ത് ഫോം ചെയ്യാണ്? അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് ഫോം ചെയ്യണം. അതുപോലെ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യണം? INA ഇന്റർനാഷണൽ ആർമിയുടെ ചാർജ് അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ഒരു സായുധ കലാപത്തിലൂടെ ഇന്ത്യക്ക്, അല്ലെങ്കിൽ സായുധ പോരാട്ടത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ അദ്ദേഹത്തെ പറ്റി കൃത്യമായി നിങ്ങൾ എഴുതി വെക്കണം. അദ്ദേഹത്തിന്റെ INA പറ്റി എഴുതി വെക്കണം. അതുപോലെ തന്നെ സിംഗപ്പൂർ ആർമിയുടെ സഹായത്തോടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഫാൽ വരെ എത്തി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയുടെ പതാക ഉയർത്തിയിട്ടുണ്ട്. അല്ലേ, അപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഈ ചോദ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി ചാപ്റ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുകയാണ് വേണ്ടത്. സോ നന്നായി പഠിക്കുക. നാളെ പരീക്ഷ നമ്മൾ പഠിച്ച കാര്യം മാത്രം അതിൽ കൂടുതൽ സാധനം നാളെ പരീക്ഷയ്ക്ക് വരില്ല. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ഇന്ന് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും കൃത്യം 7:30 ആകുമ്പോൾ നമ്മുടെ ലൈവിലേക്ക് എത്തണം. വിത്തിൻ 5 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും? ഈ മൊത്തം ചാപ്റ്റേഴ്സ് സോഷ്യൽ സയൻസ് നമ്മൾ മൊത്തം കലക്കി കുടിക്കും. സോ മക്കളെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി വെരി ബെസ്റ്റ്.